ഹായ് ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. വേറെ എങ്ങോട്ടും അല്ല, മലക്കപ്പാറയിലേക്കാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. ആക്ച്വലി മലക്കപ്പാറയിലേക്കായിരുന്നില്ല, വാൽപ്പാറയിലേക്കായിരുന്നു ആദ്യത്തെ പ്ലാൻ. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് മോർണിംഗ് 6:45 വാൽപ്പാറയിലേക്കുള്ള ഒരേ ഒരു ബസ് സർവീസായ ചീനിഗാസിൽ വാൽപ്പാറ വരെ പോയി വരാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. ബട്ട് പ്രതീക്ഷിച്ച ടൈമിന് ഞങ്ങൾക്ക് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റിയില്ല. ഷൊർണൂർ ജംഗ്ഷൻ ടു എറണാകുളം പുലർച്ചെ 4:45 മെമ്മു കയറി. പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തിയത് 6:45 അതായത് കറക്റ്റ് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ടൈം. ഇനി ബസ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. തൊട്ടടുത്താണല്ലോ KSRTC. അന്വേഷിച്ചപ്പോൾ നമ്മുടെ KSRTC ആണെങ്കിൽ മലക്കപ്പാറ വരെ പോകുന്നുണ്ട്. 7:40 വണ്ടി പുറപ്പെടുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരാമല്ലോ എന്ന് കരുതി അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. ലോങ് ട്രാവൽ ആയതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യാനുള്ളതുകൊണ്ട് ബാക്കി ടൈം ഫോണൊക്കെ ചാർജിനിട്ട് സെറ്റാക്കി വെച്ചു. ബസ് വന്ന് ഏകദേശം 10 മിനിറ്റിനുള്ളിൽ വണ്ടി എടുത്തു. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. പോകുന്ന വഴി അതിരപ്പള്ളി വാട്ടർഫാൾസ്, വാഴച്ചാൽ വാട്ടർഫാൾസ്, 42 ഹെയർപിൻ വളവുകൾ, അടിപൊളി ഫോറസ്റ്റ് വ്യൂസ്, ഷോളയാർ അപ്പർ ആൻഡ് ലോവർ റിസർവോയർ, മലക്കപ്പാറ ടീ എസ്റ്റേറ്റ്, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വന്യജീവികളെയും. അങ്ങനെ നമുക്ക് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ യാത്ര. അതിരപ്പള്ളി വാട്ടർഫാൾസ് മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ വാഴച്ചാൽ വാട്ടർഫാൾസ് ആണ്. വാഴച്ചാൽ ക്രോസ് ചെയ്യുമ്പോൾ വനമേഖല ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും പാലിക്കേണ്ടതുണ്ട്. വൈകിട്ട് 4 മണിക്ക് ശേഷം 2 വീലേഴ്സിനും 6 മണിക്ക് ശേഷം കാർ പാസഞ്ചേഴ്സിനും ക്രോസ് ചെയ്യാൻ അലൗഡ് അല്ല. പിന്നെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടക്കും മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം. ഒരു കാരണവശാലും ട്രാവലിംഗിന്റെ ഇടയിൽ വണ്ടി നിർത്താനോ വനത്തിലേക്ക് പ്രവേശിക്കാനോ പാടില്ല. ഇനി മൃഗങ്ങളെ കാണുകയാണെങ്കിൽ അവർ ശല്യം ചെയ്യാതിരിക്കുകയും ഫുഡ് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഏകദേശം 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ മലക്കപ്പാറ എത്തിയത്. തമിഴ്നാടിന്റെ ഷോളയാർ അപ്പർ റിസർവോയറിന്റെയും കേരളത്തിന്റെ ഷോളയാർ ലോവർ റിസർവോയറിന്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മലക്കപ്പാറ. മലക്കപ്പാറ ഏരിയ എൻ്റർ ചെയ്ത തൊട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ റൂട്ടൊന്ന് പോയി നോക്കണം, ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. മലക്കപ്പാറ എത്തി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് വീഡിയോസും ക്യാപ്ചർ ചെയ്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് വാൽപ്പാറയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ബട്ട് വാൽപ്പാറയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് ചാലക്കുടി എത്താൻ ഡയറക്റ്റ് ബസ് കുറവായതുകൊണ്ട് മലക്കപ്പാറയിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ടിക്കറ്റ് എടുത്തു. വണ്ടി എടുക്കാൻ കുറച്ച് സമയമാകുമെന്ന് കണ്ടക്ടർ പറഞ്ഞിരുന്നു. സമയം 12 മണി കഴിഞ്ഞത് കാരണം ആ സമയം കൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി അടുത്തുള്ള കടയിൽ കയറി ഫുഡും കഴിച്ച് തിരിച്ചു പോന്നു. വാൽപ്പാറയിലേക്കുള്ള പ്ലാൻ മലക്കപ്പാറ വരെ എത്തിയുള്ളൂവെങ്കിലും ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷമുള്ള ട്രിപ്പ് ആയതുകൊണ്ട് അടിപൊളി തന്നെയായിരുന്നു. നിങ്ങളും ഈ റൂട്ട് എന്തായാലും ഒന്ന് പോയി കാണണം. കാരണം വീഡിയോ ക്യാപ്ചറുകൾ ഇങ്ങനെ കാണുന്നതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് നേരിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഇതുപോലുള്ള ട്രാവൽ കണ്ടന്റ്സിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. ബൈ.